ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് കണവ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. കണവെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞെടുക്കുകയാണേ. ഇനി കണവയും കൂടി ചെറിയ പീസാക്കി എടുക്കുക. ചെറുതെന്ന് പറയുമ്പോൾ അത്ര ചെറുതല്ല, ഒത്തിരി അങ്ങ് ചെറുതാക്കിയാൽ വെന്ത് വരുമ്പോഴത്തേക്കങ്ങ് മടങ്ങിപ്പോവില്ലേ, അപ്പോൾ അത് ചെറുതായി പോകും തീരെ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് സവോള ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. എല്ലായിടും ഇപ്പം മഴയാണല്ലോ അല്ലേ. മഴയും കുക്കിങ്ങൊക്കെ കൂടി നല്ല രസമുണ്ട് ശരിക്കും. ഇതിലേക്ക് സ്വല്പം ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. മാത്രമല്ല ഈ സവാള പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം വഴറ്റിയ ശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി കുറച്ച് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി, മസാലപ്പൊടി, പെരുംജീരകപ്പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കണവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് ചേർക്കുന്നില്ല, അവസാനം എരിവ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ഇട്ടിരുന്നു, എങ്കിലും കണവയ്ക്ക് ഉപ്പ് ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. കണവയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, അപ്പം നമ്മളത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളം കണവയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കണവ വെന്തുകൊള്ളും, അല്ലെങ്കിലും കണവയ്ക്കൊന്നും അധികം വേവില്ല. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിച്ച് എടുക്കാം. കണവ റോസ്റ്റ് റെഡിയായിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതുമാണ്.